ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം. നൗഫൽ കൊണ്ടോട്ടിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ അതാ വേറൊരു വീഡിയോ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നുകൊണ്ട് ചെയ്യാണ്. എന്നാലും മക്കളെ ദേഷ്യം പിടിച്ചിട്ട് ഒരു കാര്യമില്ല, ചെയ്യാതെ കാറ്റ നിവർത്തിയില്ല. നമ്മുടെ കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റി നല്ലൊരു പ്രവൃത്തി ചെയ്തിരുന്നു. കൊണ്ടോട്ടിയിലെ മുഴുവൻ ഓടകളും ഒന്ന് ക്ലീനാക്കി, അതായത് ഡ്രൈനേജുകളൊക്കെ ഒന്ന് ക്ലീനാക്കിയിരുന്നു. ആ ക്ലീനാക്കാൻ വേണ്ടി ഉപയോഗിച്ച അല്ലെങ്കിൽ സ്ലാബുകൾ ഉണ്ടല്ലോ, ഓരോ ഷോപ്പിന്റെ മുന്നിലേക്കിട്ട സ്ലാബുകൾ, അത് അടക്കാനുള്ളൊരു മനസ്സ് മുനിസിപ്പാലിറ്റി ഒന്ന് കാണിക്കണം ദയവ് ചെയ്തിട്ട്. കാരണം ഈ 7-ാം തീയതിയായിരുന്നു ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് മുതൽ ഇന്ന് വരെയുള്ള കൊണ്ടോട്ടിയിലെ അവസ്ഥ നോക്കിയാണെങ്കിൽ ഇതിനി ആരെ കാത്തുക്കണതൊന്ന് മൂടി കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്നും മൂടണ്ടേ? കാരണം ഇവിടെ ഉള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, അവർക്കൊക്കെ ഒരു കസ്റ്റമർ വരാനും പോകാനൊക്കെ ഉള്ള ഒരു പ്രയാസം ഒന്ന് ആലോചിച്ച് നോക്കി. ഏതായാലും ബാക്കിയുള്ള ഞാൻ കാണിച്ചു തരാം. ശരിക്കും കണ്ടു. ഇത് കണ്ടില്ലേ, നമ്മുടെ മേഴ്സി ഹോസ്പിറ്റലിന്റെ അവിടുന്ന് മുതൽ അമ്പലത്തിന്റെ അതുവരെ ആയിരുന്നു ഡ്രെയിനേജ് ക്ലീനിങ്ങിന്റെ ഭാഗമായിട്ട് സ്ലാബുകളൊക്കെ ഉയർത്തി അവിടുത്തെ വേസ്റ്റ് ഇതൊക്കെ നീക്കിയിരുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയാണിത്. ഒരാൾക്കാർക്ക് ഇങ്ങോട്ട് ഉള്ളിലേക്ക് കടക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. എങ്ങനെ ഈ സ്ഥാപനത്തിലേക്ക് ഒരു കസ്റ്റമർ വരിക? വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമില്ല. ഈ സ്ലാബ് തിരിച്ചിടാനുള്ള മനസ്സ് മുനിസിപ്പാലിറ്റി കാണിക്കണ്ടേ? ഇതിപ്പോ റോഡ് സൈഡിലാണ് ആൾക്കാരൊക്കെ വണ്ടി പാർക്ക് ചെയ്യുന്നത്. കഴിഞ്ഞ 7-ാം തീയതിയാണ് ഇത് ഓപ്പൺ ആക്കിയത്. ഇപ്പം ഇന്നും ഇന്നലെയായിട്ട് ഇപ്പൊ കൊണ്ടോട്ടിയിൽ മഴയാണ്. ഇന്നിപ്പോ 21-ാം തീയതിയാണ്. ഇനിയിപ്പോ നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ മണ്ണുകളൊക്കെ വീണ്ടും എന്താവും? ഈ ഡ്രൈനേജിലേക്ക് തന്നെ വരും. അപ്പം വീണ്ടും ഈ എടുത്ത പണി ഒരു ഉപകാരത്തിൽ പെടാണ്ടാവും. 7-ാം തീയതി മുതൽ ഓപ്പൺ ആക്കിയിട്ട ഏരിയ ആണ് ഇത് മുഴുവൻ. ഇതിനിപ്പോ അടക്കണം എന്നുണ്ടെങ്കിൽ ഒന്നൂക്കിൽ ഏതെങ്കിലും വണ്ടിക്കാര് പിടുത്തം വിട്ട് ഇതിൽ വന്നുകൊണ്ട് വെക്കണം. അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. അല്ല, സാധാരണ അങ്ങനെയുള്ള ഉണ്ടാവാറ്. എന്തെങ്കിലും ഒരു അപകടം വരുമ്പോഴാണ് ഇത് മൂടണം അടക്കണം എന്നുള്ള ചിന്താഗതിയൊക്കെ വരിക. തെറ്റ് ചെയ്ത ഷോപ്പുകാരുണ്ടല്ലോ, അതായത് ഡ്രൈനേജിലേക്ക് വേസ്റ്റ് ഇട്ട ഷോപ്പുകാർ, ഓല ഭാഗം അടക്കണ്ട, ഓല ഭാഗം ഓപ്പണായി തന്നെ കിടക്കട്ടെ. മറ്റുള്ള ഭാഗങ്ങളുണ്ടല്ലോ അത് അടച്ചു കൊടുക്കണം ശരിക്കും. ഒരു പ്രശ്നമില്ലാതെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളും ബിൽഡിങ്ങുകളും ഉണ്ട് മുനിസിപ്പാലിറ്റിന്റെ എല്ലാ നിയമങ്ങളും അംഗീകരിച്ചിട്ടുള്ള. ഞാൻ വീണ്ടും പറയാണ്, ഡ്രൈനേജിലേക്ക് വേസ്റ്റ് ഇട്ട സ്ഥാപനങ്ങളെ മുന്നിൽ സ്ലാബ് ഇട്ട് കൊടുക്കണ്ട, അതങ്ങനെ തന്നെ കിടക്കട്ടെ. അത് ആ വർക്ക് മുഴുവനായതിനു ശേഷം മാത്രം ചെയ്താൽ മതി. അല്ലാണ്ട് മുനിസിപ്പാലിറ്റിന്റെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അവർക്കൊക്കെ ഇത് ഒരുപാട് പ്രയാസമുണ്ട്. വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം 10-15 ദിവസം ഷോപ്പിന്റെ മുന്നിൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതിനുള്ള പ്രയാസം എന്താണ്? ഒരു മാസമാകുമ്പോൾ വാടക മറ്റു കാര്യങ്ങളൊക്കെ ഈ ഒരു സെയിൽ നടന്നിട്ട് വേണ്ട കൊടുക്കാൻ. കൊണ്ടോട്ടിയിൽ വ്യാപാരികൾ ഉണ്ടെങ്കിലല്ലേ ഇതുകൊണ്ടൊക്കെ കാര്യമുള്ളൂ. ഈ അവസ്ഥയിൽ ഇട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യാ? ആരോടാ പറയാ? ഇതെന്താ അറിയോ, ഇനി ആരെങ്കിലും ഇതിലേക്ക് പോകുക എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പം നേരം വെളുത്തിട്ട് പറയും, പിറ്റേന്ന് തന്നെ അത് മൂടും ചെയ്യും. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ഈ ഓടൊക്കെ ഇപ്പൊ ക്ലീൻ ചെയ്തു, ഈ ഡ്രൈനേജ് ഫുള്ള് ക്ലീൻ ചെയ്തു. പക്ഷെ ഒരു തുള്ളി വെള്ളം ഇവിടുന്ന് പുറത്തു പോയിട്ടില്ല, ഒക്കെ ഡ്രൈനേജിൽ തന്നെ ഉണ്ട്. ഈ ഡ്രൈനേജിൽ വെള്ളം തോട്ടിലേക്ക് ഒഴുകി പോകാനുള്ളൊരു വഴി, പ്രധാനമായിട്ടൊരു വഴി അടഞ്ഞടക്കുന്നുണ്ട്. ആ വഴി നമുക്കൊന്ന് തുറപ്പിക്കണം. ഏതായാലും ഇനി ഈ മണ്ണുകളൊക്കെ തിരിച്ച് ഇതിലേക്ക് ഇന്ന് പെയ്യണ മഴയ്ക്ക് ഒഴുകും. അപ്പൊ എന്തായി? എടുത്തോടത്തോളം പണി വെള്ളത്തിലാവും. ഈ വെള്ളത്തിന്റെ ഒക്കെ അവസ്ഥ കണ്ടില്ലേ? ഇതിലൊക്കെ എന്താണ്, കൊതുകുകളൊക്കെ മുട്ടയിട്ട് ഇനി ഇതിന്നേക്കാരം പകർച്ചവ്യാധികൾ കൊണ്ടോട്ടിക്കാർക്ക് ഉണ്ടാകുക. അതായത് ഇനിയിപ്പോ ഓണ സീസണൊക്കെ ആയി, കച്ചവടക്കാരെ സംബന്ധിച്ച് ഓൽക്കൊരു 10 രൂപ കിട്ടുന്ന സമയമാണ്. അപ്പൊ ഇനി ഇത് ഞാൻ വ്യാപാരികളുടെ അടുത്ത് നിന്ന് പൈസ വാങ്ങിയാണ്ട് ചെയ്ത വീഡിയോ ആണ് എന്ന് പറയാൻ നിൽക്കണ്ട. ഞാൻ ആരുടെ അടുത്തൊന്നും 5 പൈസ വാങ്ങിയിട്ടില്ല. കാരണം ഒരു സീസണൊക്കെ എന്ന് പറഞ്ഞാല് ഓണൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് ആൾക്കാരൊക്കെ കൂടുതൽ കൊണ്ടോട്ടിക്ക് ഇറങ്ങും, പർച്ചേസ് ചെയ്യും. അപ്പൊ ഇങ്ങനെയൊക്കെ കൊണ്ടോട്ടിന്റെ അവസ്ഥ ആകുമ്പോൾ വളരെ ദയനീയമാണ്. കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 10 രൂപ കിട്ടിയാലും ഈ സീസൺ സമയത്താണ് അവർക്കും എന്തെങ്കിലുമൊക്കെ കിട്ടുള്ളൂ. നമുക്കൊക്കെ എന്ത് പ്രയാസം ഉണ്ടെങ്കിലും നമുക്ക് ഓടി ചെല്ലാനും പിരിവ് വാങ്ങാനും ഒക്കെ ഉള്ള വ്യാപാരികളല്ലേ. അപ്പൊ അവരെ ഇതും കൂടെ നമുക്ക് മനസ്സിലാക്കണ്ടേ. ഞാൻ വീണ്ടും പറയാം, ഞാനിവരെ ആരെടുത്തൊന്നും 5 പൈസ വാങ്ങിയിട്ടല്ല ഇത് ചെയ്യണത്. ഞാൻ അതിന് പൊങ്കാലിടാൻ വരില്ല. അപ്പം കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയിലെ ഉത്തരവാദിത്തപ്പെട്ടവരോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങൾ ചെയ്ത നല്ലൊരു പ്രവൃത്തിയായിരുന്നു. അതിന് ഞാനടക്കം അഭിനന്ദനങ്ങൾ അർപ്പിച്ചുള്ള വീഡിയോ ഇട്ട മനുഷ്യനാണ്.
അതേപോലെ തന്നെ നിങ്ങളോട് റിക്വസ്റ്റും കൂടെ ചെയ്യാം, ഈ സ്ലാബ് ഒന്ന് മൂടിത്തരും. ഈ സ്ലാബ് ഒന്ന് മൂടിയിട്ട് നമ്മുടെ കൊണ്ടോട്ടി പഴയ പോലെ തന്നെ ഒന്ന് ആക്കി തരും. ഇത് പണ്ടുള്ളവർ പറഞ്ഞ മാതിരി വരാൻ വേണ്ടിയിട്ട് നേർച്ചക്കാരെ വിളിച്ച് പോകാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ അങ്ങനെ ചൊല്ലുണ്ടല്ലോ, അന്ന പോലെ ആയിപ്പോ അവസ്ഥ. ഒന്ന് നന്നായി കിട്ടാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചു. അപ്പൊ അവസാനത്തൊന്ന് പഴയതുപോലെ ആയി കിട്ടാൻ വേണ്ടിയിട്ട് കുടുങ്ങിയപ്പോൾ ഞങ്ങൾ ഏതായാലും മുനിസിപ്പാലിറ്റി നല്ലൊരു തീരുമാനം എടുക്കുന്നുള്ള ഒരു ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. അതിന് പറ്റിയ ഭരണസമിതിയാണ് നമ്മുടെ കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയിലുള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് പഴയ രീതിയിലാവട്ടെ.